ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പേടിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ശാപം കണ്ണീര് ഉള്ളത് കൊണ്ടാണോ ഇതുവരെ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തത് അഡ്വക്കേറ്റ് ആളൂർ? നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി ടോൾഡ് യു ഓർ യുവർ മീഡിയ, ഐ ലവ് മൈ പ്രൊഫഷൻ, ഐ മാരീഡ് വിത്ത് മൈ പ്രൊഫഷൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. വിവാഹവും വിവാഹമായ ബന്ധങ്ങളും വിവാഹ ഇതര ബന്ധങ്ങളിൽ നിന്ന് എനിക്കൊരു തടസ്സവും എൻ്റെ പ്രൊഫഷന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിവാഹിതനാകാൻ ആഗ്രഹിക്കാത്തത്. പക്ഷേ nowadays I am living together. It doesn't mean that I will be controlled by everyone. ഒരു വിവാഹം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യണം എന്ന് ഒരു പാർട്ട്ണർ വന്നുകൊണ്ട്, വിവാഹത്തിലെ പാർട്ട്ണർ എന്നാണ് ഭാര്യയെ സാധാരണഗതിയിൽ നിയമപരമായിട്ട് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാകും. അപ്പോൾ അതെൻ്റെ പ്രൊഫഷണലിസത്തിന് ഒരു തടവാകും. അതുകൊണ്ട് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ വിവാഹത്തെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതം നശിക്കാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഐ ലവ് മൈ പ്രൊഫഷൻ, ഐ മാരീഡ് വിത്ത് മൈ പ്രൊഫഷൻ. ഇനി ആരൊക്കെ എന്തൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞാലും, എത്ര തെറി കമൻസ് ആളൂരിനെതിരെ വന്നാലും ആളൂർ ഇങ്ങനെ തന്നെ ഇരിക്കും. നോക്കൂ, ഞാൻ എൻ്റെ പ്രൊഫഷണലിസത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറ്റം പറയുന്നവരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എനിക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് അത് എന്നെ കൊണ്ടുവരുത്തും. അതുകൊണ്ട് കുറ്റം ചെയ്യുന്നവർ അവരുടെ ഭാഗത്ത് നിൽക്കട്ടെ, കുറ്റം ചെയ്യാത്തവർ അവരുടെ ഭാഗത്ത് നിൽക്കട്ടെ, എന്നെ തെറി വിളിക്കുന്നവർ അവരുടെ ഭാഗത്ത് നിൽക്കട്ടെ, ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ നടൻ ദിലീപേട്ടൻ, ജനപ്രിയ നായകൻ, ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം, 3 മാസം വിധി വരും, ജനപ്രിയ നായകന് ആശ്വാസമാകും. എന്താണ് അഡ്വക്കേറ്റ് ആളൂരിന് പറയാനുള്ളതിന്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ആശ്വാസമാകുമെന്ന് വാക്ക് പറയാൻ പാടില്ല. അയാളെ ശിക്ഷിച്ച് അയാൾ ജയിലിലടയ്ക്കണം, നീതി വേണമല്ലോ ഇരയ്ക്ക്. നിങ്ങളിപ്പോൾ പറയുന്നത് ജനപ്രിയ നായകൻ രക്ഷപ്പെട്ടു പോകും എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് ആ കാര്യം പറയുന്നു? നിങ്ങൾക്കവിടെ നിങ്ങൾ ഇരയെ കാണുന്നില്ലേ? നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ കാണുന്നില്ലേ? കംപ്ലൈൻറ്റ് കൊടുത്ത വ്യക്തിയെ കാണുന്നില്ലേ? വിക്ടിമിനെ കാണുന്നില്ലേ? സർവൈവറെ കാണുന്നില്ലേ? അവിടെ നീതി നടപ്പാക്കാൻ ജനപ്രിയ നായകനോട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഞാൻ സോറി ടു സേ, അവിടെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ്റെ കഴിവ് കോടതിയിൽ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം വന്ന് ആളൂരിനെ കണ്ടത് ഈ പ്രതിഭാഗമാണോ? അല്ല, ദിലീപേട്ടനെ പറ്റി പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ആ കേസിൽ 1-ാം പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്, പൾസർ സുനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പ്രതിഭാഗത്തോടൊപ്പമാണ് എന്ന് വിചാരിച്ച് ഞാൻ പ്രതിഭാഗത്തെ എല്ലാ പ്രതികളോടും ഒപ്പമാണ് എന്ന് ഞാൻ പറയില്ല. അത് അവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകരുണ്ട്, അവർ നല്ല രീതിയിൽ കോടതിയിൽ കേസുകൾ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ജനപ്രിയ നായകനെ രക്ഷിച്ചാൽ നിങ്ങളെ ആളുകൾ കുറ്റം പറയും, ഈ ജനപ്രിയ നായകനെ ശിക്ഷിച്ചാൽ നിങ്ങൾ കോടതികളെ കുറ്റം പറയും. നിങ്ങളുടെ സംവിധാനം അതാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിയമപരമായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ ശിക്ഷിക്കുകയും, നിയമപരമായിട്ടുള്ള കുറ്റം ചെയ്തത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെങ്കിൽ കോടതി ഒറ്റ വരിയിൽ ഒരു വിധിന്യായം പുറപ്പെടുവിക്കും. പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽഡ് ടു പ്രൂവ് ദ കേസ് എഗെയിൻസ്റ്റ് ജനപ്രിയ നായകൻ. അതുകൊണ്ട് ഞാൻ പ്രതിയെ വെറുതെ വിടുന്നു. മറിച്ചാണെങ്കിൽ പ്രോസിക്യൂഷൻ ഹാസ് സക്സീഡഡ് ടു പ്രൂവ് ദ കേസ് എഗെയിൻസ്റ്റ് ജനപ്രിയ നായകൻ, ഞാൻ ശിക്ഷിക്കുന്നു. ഇതാണ് വരുന്ന 2 വിധി. അപ്പോൾ ആ വിധി മാറ്റി എഴുതാൻ ഈ പറയുന്ന ജനപ്രിയ നായകൻ ഏറ്റവും നല്ല അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ഇവിടെ നിയമ സംവിധാനത്തെ മാറ്റിമറിക്കപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിയമ സംവിധാനത്തെ മാറ്റിമറിക്കുന്നത്
കുറ്റങ്ങൾ ചെയ്തല്ല, നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി പ്രോസിക്യൂഷൻ സംവിധാനം ശരിയില്ലെന്ന് കോടതിയെ ധരിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഒരു കേസിൽ, ഞാൻ നടത്തിയ ഒരു കേസിൽ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുകയും അത് കൺഫേം ചെയ്യാനായിട്ട് ഹൈക്കോടതിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർ കോടതിയോട് പറഞ്ഞു, ഈ കേസ് കോടതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് 2 മാസത്തെ സമയം വേണമെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയുടെ കേസ് എന്തിനാണ് 2 മാസം വാദിച്ചെടുക്കുന്നത് എന്ന്. അതെ, സൗമ്യ കേസിൽ ഞാൻ 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി കേസ് നടത്തുകയും അവസാനം കേരള ഹൈക്കോടതി ഈ പറയുന്ന പ്രതിയുടെ ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്യുകയും ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോവുകയും 2 മിനിറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയും 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്നത്തെ ജസ്റ്റിസ്, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി എന്നോട് പറഞ്ഞു, മിസ്റ്റർ ആളൂർ, കീപ് മം, ഐ വിൽ കം ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു, ഇനി പ്രോസിക്യൂഷനോട് ചോദിക്കണം. അപ്പോൾ അന്നത്തെ പ്രോസിക്യൂട്ടറായിരുന്ന ദെൻ റിട്ടയേർഡ് ജഡ്ജ് ഫ്രം കേരള ഹൈക്കോർട്ട് അദ്ദേഹത്തിന് കോടതിയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ സാധിച്ചില്ല. അവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ കോടതി എൻ്റെ വാദം കേൾക്കുകയും എനിക്ക് ഇനിയുമുള്ള വാദങ്ങൾ കേൾക്കാതെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും നരഹത്യയും കൊലപാതകവും ഇല്ലാതെ വെറും 7 വർഷം മാത്രം ഈ പറയുന്ന ഗോവിന്ദസ്വാമിയെ ശിക്ഷിക്കുകയും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് കടക്കാൻ തയ്യാറാകാതെ ജീവപര്യന്തം നിലനിർത്തുകയും ചെയ്തു.